വീഡിയോ ഞാൻ അതിനിടയ്ക്ക് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ദൈവം അലങ്കാരപ്പണികളും അലങ്കോലപ്പണികളൊക്കെ നാത്തൂനും അച്ഛനും കൂടിയിട്ട് അങ്ങോട്ട് കയ്യേറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അവസാനത്ത് ഇത് നല്ല മനോഹരമാക്കിയിരുന്നു കേട്ടോ അവർ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ സമയത്ത് റെഡി ആവാൻ നിന്നു കേട്ടോ. കാരണം സുട്ടുവിനെ ആ സമയത്തൊക്കെ ഭയങ്കര വാശിയുള്ള സമയമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ റെഡി ആവാൻ നിന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ റെഡി ആവൽ നടക്കില്ല. അപ്പോൾ ഞാനത് കാരണം റെഡി ആവാൻ നിന്നു. അവരതൊക്കെ വെച്ചതിന് ശേഷം ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പം അതിനുശേഷം ഇനിയിപ്പം നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. ഈ ഒരു എന്താ പറയുക, കേക്ക് കട്ട് ചെയ്യുന്ന ഭാഗമൊക്കെ അവരങ്ങനെ അലങ്കരിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. കേക്ക് ഞാൻ പ്രജിത്തിൻ്റെയൊക്കെ റിലേഷനിൽ പെട്ട ഒരു കുട്ടിയാണ് കേട്ടോ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കി തന്നത്. സുട്ടുവിന് ട്രെയിനും വിമാനവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ട്രെയിനും വിമാനത്തിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ഒരു കേക്കിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു കേക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടയിലും കേക്ക് കൊടുക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കുള്ളത് ഫുഡ് കഴിക്കലാണ് കേട്ടോ. ഫുഡ് ഞങ്ങൾ ബിരിയാണിയാണ് പറഞ്ഞിരുന്നത്. വൈകുന്നേരത്തേക്ക് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കാറ്ററിങ്ങിലാണ് ഏൽപ്പിച്ചിരുന്നത്. എൻ്റെ ആങ്ങളുടെ കല്യാണത്തിനൊക്കെ ഈ ഒരു കാറ്ററിംഗ് കേട്ടോ, കാരിസ്ഥൻ എന്ന് പറഞ്ഞിട്ടൊരു കാറ്ററിംഗ് ആണ് നമുക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനൊക്കെ പോകാനിറങ്ങി. അച്ഛനും അമ്മയ്ക്കൊക്കെ കുറ്റിച്ചിറ വരെ എത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ ആ സമയമായപ്പോഴത്തേക്കും പോകാനിറങ്ങി കേട്ടോ. അമ്മ അതേ സുട്ടിന് പോകുന്ന സമയത്ത് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നെന്താണോ സുട്ടിന് അവർ പോയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് വീട്ടിൽ കുറേ കളിസ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ പ്രജിത്തിൻ്റെ അമ്മ അവന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ അമ്മ കൊടുത്തതാണ് കേട്ടോ. പക്ഷേ അത് പിന്നെ ഒന്നും കൂടി അമ്മ അവൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ആൾക്കാണെങ്കിൽ കുറേ കളി സാധനങ്ങൾ കണ്ടിട്ട് പാത്രങ്ങളും കപ്പും, അമ്മ പാത്രം, കപ്പ്, ചെരുപ്പ്, 2 ജോഡി ഡ്രസ്സ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അവന് വാങ്ങിച്ചുകൊണ്ടെന്ന് കൊടുത്തത്. പക്ഷേ ആശാനാണെങ്കിൽ കുറേ കളി സാധനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ കൊടുത്ത സാധനങ്ങളൊന്നും ആൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആൾക്ക് ഇപ്പോൾ ഈ കപ്പിൽ പാൽ കുടിക്കുമ്പോൾ ആൾക്ക് മുമ്മുമ്മ തന്നതാണ്. ആൾ മുമ്മുമ്മ അമ്മമ്മ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. ഞാൻ എല്ലാ ബർത്ത്ഡേക്കും സുട്ടുവിനെ എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും എനിക്ക് പറ്റുന്ന ഒരു എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ സുട്ടുവിന് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റും അച്ചായി വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഇതുമായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത വണ്ടിയായിരുന്നു, എൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത വണ്ടിയായിരുന്നു ഈ ഒരു വണ്ടി. അപ്പോൾ ആൾക്ക് ഈ 2 കളറും മാച്ചായി പോകുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. മറ്റേ നമ്മുടെ ആ ഒരു സൈക്കിൾ എന്ന് പറയാം, ബൈക്ക് എന്നൊക്കെ പറയും. ഇതൊക്കെ അച്ഛനും പിന്നെ എൻ്റെ നാത്തൂന് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഡ്രസ്സുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അവന് ഗിഫ്റ്റൊക്കെ കിട്ടിയത്. പക്ഷെ ആൾക്ക് എന്തൊക്കെ ഗിഫ്റ്റുകൾ വേറെ കിട്ടിയാലും ആൾക്ക് വണ്ടി, പിന്നെ ആ ഒരു നമ്മുടെ അടുത്ത വീട്ടിൽ ചേച്ചി നമുക്കൊരു പിന്നെ ബ്ലോക്ക് കട്ട കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ബ്ലോക്ക് കട്ട എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് ഭയങ്കര ഇഷ്ടമായിട്ട് ആൾക്കത് ആ ബ്ലോക്ക് കട്ട വെച്ചിട്ടാണ് കേട്ടോ